ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ ആൻറ്റിയുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് പോവാണ് കേട്ടോ. അപ്പം ഇന്നെനിക്ക് നൈറ്റ് ഓഫാണ്. അതുകൊണ്ട് ഭാഗ്യമായി. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് കറക്റ്റ് ദിവസം നൈറ്റ് ഓഫും വന്നു. അതുകൊണ്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റി. വൈകുന്നേരമായിരുന്നു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗ്രൂമിങ്ങിലേക്ക് കടന്നു കേട്ടോ. അപ്പം അമ്മ ഓൾറെഡി നേരത്തെ പോയി അവിടെ. അപ്പം ഞാനും പപ്പയും ഒക്കെയാണ് പോകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത്. അപ്പം ഫസ്റ്റ് ഞാൻ കണ്ണെഴുത്തിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിനകത്ത് ഒട്ടും പറ്റാത്തൊരു സംഭവമാണ് ഈ കണ്ണെഴുതുന്നതും ലിപ്സ്റ്റിക്കും. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മളെ ആര് കണ്ടാലും പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ചോദിക്കും, എന്ത് പറ്റി, എന്നെ പറ്റി, കരഞ്ഞോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ലിപ്സ്റ്റിക്ക് നമ്മൾ ഇട്ടിട്ട് അത് ഇടാണ്ട് കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നും കേട്ടോ. കാരണം ഈ ലിപ്സ്റ്റിക്ക് എല്ലാവരും അതിനെ ഇങ്ങനെ ഇപ്പം കുറ്റം പറയുമെങ്കിലും എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ലുക്കിൽ നമ്മൾ അങ്ങോട്ട് മയങ്ങി വീഴും. കാരണം ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുള്ള ലുക്കും ഇടാത്ത ഒരു ഇതും കേട്ടോ. അപ്പം അത് രണ്ടും എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുമ്പം നല്ലൊരു ബ്രാൻഡിൻ്റെ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതല്ലല്ലോ നമ്മുടെ ഇപ്പോൾ വിഷയം. അപ്പോൾ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ വാചാലയാകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകണം. ഓൾറെഡി നമ്മൾ ലേറ്റാണ്. അപ്പോൾ പപ്പ പറയുവാണ് വേഗം വരാൻ വേണ്ടി പറയുന്നുണ്ട്. ആക്സിൽ ഇതിനിടയ്ക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഫോണിപ്പോൾ ഉരുട്ടി നിലത്തിടുന്ന പോലെ അതിൻ്റെ ചുറ്റും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആക്സിൽ. ആക്സിലിന് പോകാൻ വേണ്ടിയിട്ട് ധൃതിയായി. അവൻ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞാൽ അന്നേരം പൊക്കോണം. അപ്പോൾ എൻ്റെ മുടി ഇത്രയേ ഉള്ളൂ കേട്ടോ. പണ്ട് എനിക്ക് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഇത് ജസ്റ്റ് ഞാൻ കുറച്ച് നാൾ മുമ്പ് 2 മാസം മുമ്പ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ. അപ്പം നമ്മൾ ഇവിടുന്ന് 2 വീലറിനാണ് പോകുന്നത്. അവിടെ 5 മണിക്കാണ് പരിപാടി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഏകദേശം എൻ്റെ പരിപാടികൾ കഴിയാറായി. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ഇവിടുന്ന് തന്നെ എൻ്റെ വീടിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ദൈവമേ, എനിക്ക് സാധാരണ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഷോപ്പുകളിൽ നിന്നിങ്ങനെ കിട്ടാറില്ല. ഞാൻ മിക്കതും എൻ്റെ ഓൺലൈനിൽ നിന്നാണ് മേടിക്കാറ്. അപ്പം ഇതെനിക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് കിട്ടിയൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പം നമ്മുടെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം ഞാൻ കുറച്ച് ലിപ് ബാമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് തൂത്ത് കളയാണ്. അല്ലെങ്കിൽ ലിപ് ബാം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. അപ്പം എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയ ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം. നമ്മൾ ഇട്ടപാടെ ഇങ്ങനെ പോകുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ലിപ്സ്റ്റിക്കുകൾ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ഒന്നും മേടിക്കാറില്ല. ഒരു സമയത്ത് ഞാൻ ഒരു ലിപ്സ്റ്റിക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 2 3 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് തീർന്നു കഴിയുമ്പോഴേ ഞാൻ അടുത്തത് മേടിക്കാറുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട ലുക്കും ഇടാത്ത ലുക്കും നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. നേരത്തെ ലുക്കും ഇപ്പോഴത്തെ ലുക്കും. അപ്പം അതാണ് എല്ലാവരും ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിടുവാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, 10-15 മിനിറ്റേ ഉള്ളൂ വണ്ടിക്ക്. അപ്പോൾ അങ്ങോട്ട് പോകണം. ഓൾറെഡി അവിടെ നിന്ന് വിളിയൊക്കെ വന്നു കഴിഞ്ഞു, വേഗം ചെല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പപ്പ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഈ ഡ്രസ്സും വേറൊരു ഡ്രസ്സും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനിൽ നിന്നായിരുന്നു മേടിക്കാറ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ നോക്കിയതാ കേട്ടോ. കാരണം എനിക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാനൊന്നും സമയവും കിട്ടിയില്ല. അതുകൊണ്ട് ഒന്ന് നോക്കിയപ്പം ഭാഗ്യത്തിന് എനിക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കാത്തതാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒരു അടിപൊളി ഡ്രസ്സ് കിട്ടി. ഇതും കിട്ടി, മറ്റതും കിട്ടി. ഇതും കിട്ടി. വേറെ ഒന്നും കൂടെ ഞാൻ മേടിച്ചായിരുന്നു. 2 എണ്ണം ഒരുമിച്ചാണ് കേട്ടോ മേടിച്ചത്. എൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട ലുക്ക് നോക്ക്. എൻ്റെ ടീമേ, നല്ലൊരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഇപ്പോഴത്തെ 2-3 ലിപ്സ്റ്റിക്ക് വെച്ചിട്ടുള്ളത്. നമുക്ക് ആ ഡ്രസ്സ്, എനിക്ക് ഡാർക്ക് കളേഴ്സാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. പേസ്റ്റലും എനിക്ക് കാണാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ചേരുന്നത് ഡാർക്ക് കളറായിട്ടുള്ള ഡാർക്ക് കളറിലുള്ള ഡ്രസ്സുകളാണ് എനിക്ക് ചേരാറ്. പേസ്റ്റൽ ഷെയ്ഡ്സിനെക്കാട്ടിയും കൂടുതൽ. എന്നെ സൂപ്പറാന്ന് പറയാം. അതിൻ്റെ അവിടെ ഒരു വർക്ക് വരുന്നുണ്ട്, ആ ത്രെഡ് വർക്ക്. അത് അടിപൊളിയാണ് കേട്ടോ. നല്ല കറക്റ്റ് എൻ്റെ സൈസിലും എനിക്ക് ഡ്രസ്സ് കിട്ടി. സാധാരണ അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. എനിക്ക്
അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിടുവാണ്. ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിനെ കുറിച്ച് എനിക്ക് പറഞ്ഞിട്ടും മതിയാവുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ ഇടുകയുള്ളൂ. അത് തന്നെ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്നോട് അമ്മ എപ്പോഴും ചോദിക്കും, നിനക്ക് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന്. ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് ഞാൻ ഒരിക്കലും ഇടുകയില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളത് തന്നെ എപ്പോഴും എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു നല്ല ശീലം എനിക്കുണ്ട്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലെത്തി കേട്ടോ. അവിടെ അടിപൊളി. ഇതിനകത്ത് ഈ വീട്ടിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കാട്ടോ. അത് സൂപ്പറാണ്. നമ്മൾ അത്രയ്ക്കും എന്താണ് പറയേണ്ടത്, അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇൻറ്റീരിയർ വർക്ക്. അത് പറയാതിരിക്കാൻ ആർക്കും പറ്റത്തില്ല. അവിടെ വന്ന എല്ലാവരും അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഫ്ലവേഴ്സും പിന്നെ ഫോട്ടോസും ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാവരും വന്ന് കാണുമെന്ന്. നമ്മൾ കസിൻസിനൊക്കെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോഴാണ് കാണാറ്. എല്ലാവർക്കും തിരക്കുകളാണല്ലോ. അവരവരുടേതായ തിരക്കുകൾ ഒക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ എപ്പോഴും കാണാനൊന്നും പറ്റാറില്ല. ഇങ്ങനെ എന്തെങ്കിലും പരിപാടികൾ വരുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അങ്കിളും അവിടുത്തെ അപ്പച്ചനും പിന്നെ നമ്മുടെ ഇവിടുത്തെ അപ്പച്ചനുമാണ് ഇത് കേട്ടോ. ഇവർ 3 പേരും. അപ്പം അവരൊന്നും കസിൻസൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ എനിക്കൊരു കമ്പനിക്ക് ആൾക്കാരില്ലാത്തതുകൊണ്ട് ആക്സൽ അവിടെ വന്നപാടെ അവിടെ കണ്ട പിള്ളേരുടെ കൂടെയൊക്കെ പുറകെ ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി. മുറ്റത്തൂടെയും പറമ്പിൽ കൂടെയൊക്കെയാണ്. അവനെ പിന്നെ പിള്ളേരെ കണ്ടാൽ പിന്നെ അവന് കളിക്കാൻ ആളെ കണ്ടാൽ പിന്നെ നമുക്ക് അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ആ വീടിൻ്റെ മൊത്തം ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയത് കൊണ്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മെഴുകുതിരി, ലാമ്പ് ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈശോയുടെ രൂപം, അങ്ങനെ വീട് വെഞ്ചിരിപ്പിന് വേണ്ട എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ കിച്ചണിൽ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ വർക്കിൻ്റെ കബോർഡുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല സൂപ്പറായിട്ട് നല്ലൊരു കളറിലാണ് അവിടുത്തെ കബോർഡുകളൊക്കെ റെഡിയാക്കി വെക്കുന്നത്. അമ്മയും ആൻറ്റിമാരും അമ്മച്ചിയൊക്കെ ആണെങ്കിൽ, അപ്പച്ചൻ വീട്ടിൽ അമ്മയൊക്കെ ആണെങ്കിൽ അവിടെ കൂലങ്കഷമായി എന്തൊക്കെയോ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ എൻ്റെ കസിൻസും കമ്പനിക്കാരൊന്നും വരാത്തത് കൊണ്ട് ഞാനവിടെ പോസ്റ്റായിട്ടിരിക്കുകയാണ്. അച്ഛൻ വരാറായി കേട്ടോ ഏകദേശം. നേരത്തിന് എല്ലാവരും തന്നെ എത്തിത്തുടങ്ങി. കുറച്ച് തിരക്കൊക്കെ ആയി. എല്ലാവരും അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ് അച്ഛൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്സലിനെ കാണാൻ പോലുമില്ല. എന്തിയെന്ന് കണ്ടിട്ട് പപ്പനെ ഏൽപ്പിച്ചു ആക്സലിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവനിങ്ങനെ ഓരോ പിള്ളേരുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജോണിനെ നമ്മുടെ കയ്യിൽ കിട്ടിയത്. ജോണിനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടാ എൻ്റെ ഡ്രസ്സെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു എന്തായിരിക്കും പറഞ്ഞതെന്ന് എല്ലാവർക്കും ഊഹിക്കാമല്ലോ. നമ്മളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് കളിയാക്കുക, അന്നേരം ഇങ്ങോട്ട് കളിയാക്കും. അങ്ങനെ അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് ആണ് കേട്ടോ നമ്മൾ. അപ്പോൾ ആക്സലിനെ കണ്ടു കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും ആക്സലിനെ പിടിച്ചു വെച്ചേക്കാണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ എല്ലും കപ്പയായിരുന്നു കേട്ടോ. എല്ലും കപ്പയും നമ്മൾ നൈസായിട്ട് ഞങ്ങളെല്ലാവരും കസിൻസ് എല്ലാവരും കൂടെ ഒരേ പാത്രത്തിൽ കഴിച്ചു കേട്ടോ. നേരത്തെ അച്ഛൻ വന്നു റെഡിയായി. എല്ലാവരും റെഡിയായിട്ട് അച്ഛനൊക്കെ വന്നു കേട്ടോ. അപ്പം ഇത് വെഞ്ചിരിപ്പ് വലിയ കുറേ നേരമുള്ള പ്രാർത്ഥനകളൊന്നുമില്ല. കുറച്ച് നേരമുള്ളൂ കേട്ടോ വെഞ്ചിരിപ്പിൻ്റെ പ്രാർത്ഥനകളൊക്കെ. അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റിയൊരു സമയമാണ്. എല്ലാവരും ഫ്രീ ആകുന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ വന്ന് പ്രാർത്ഥനകളൊക്കെ തുടങ്ങി. ആദ്യമേ പോയിട്ട് വീടിൻ്റെ ഫുള്ള് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് തിരക്കായിപ്പോയി. അതുകൊണ്ട് അധികം വീഡിയോസൊന്നും വൃത്തിക്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എന്നായിരുന്നു, പിന്നെ നമ്മൾ അച്ഛൻ്റെ പ്രയറും ഇതൊക്കെ കഴിഞ്ഞ പാടെ നമ്മൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. അടിപൊളി ഭക്ഷണമായിരുന്നു. പക്ഷെ അതിൻ്റെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആക്സലിനെ പിടിച്ചിരുത്തി കുറച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും കഴിച്ചു. എന്നിട്ട് നമ്മൾ രാത്രിയിലാണ് തിരിച്ചു പോരുന്നത് കേട്ടോ. നാളെയാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. രാവിലെ തന്നെ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പോകുകയും വേണം. ആ കാര്യം ആലോചിക്കുമ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു വിഷമം. അപ്പം ഇപ്പോൾ സ്കൂളിൽ പോകാൻ പിറ്റേ ദിവസം സ്കൂളുണ്ടെന്ന് പറയുമ്പോൾ 2 ദിവസം ലീവ് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോഴൊരു വിഷമം പോലെയാണ് എനിക്ക്. ഒരു ദിവസം ഓഫ് കിട്ടിയിട്ട് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പം അതും 7:30 വെളുപ്പിന് എണീറ്റ് പോകണമല്ലോ. അങ്ങനെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് തിരിയൊക്കെ കത്തിച്ചിട്ട് ഇനി വെഞ്ചിരിക്കാൻ പോവാണ് അച്ഛൻ വീട് മൊത്തം. അപ്പം എല്ലാ റൂമും അതായത് വീട് മൊത്തം
മൊത്തവും വീടിൻ്റെ പരിസരവും എല്ലാം വെഞ്ചിരിക്കും. പിന്നെ രൂപം വെഞ്ചിരിക്കും. പിന്നെ അങ്ങനെ ഉള്ള പരിപാടികളൊക്കെയാണ് ഈ ഹൗസ് വാമിങ്ങിനുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓരോരുത്തരായി തിരിയൊക്കെ കത്തിക്കുവാണ്. പിന്നെ രൂപം വെഞ്ചിരിക്കും. പിന്നെ വീട് മുഴുവൻ വെഞ്ചിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഇതേ സമയത്ത് നമ്മുടെ ആക്സലാണെങ്കിൽ ഉറക്കം വന്നിട്ട് അവനിവിടെ കിടന്ന് പിമ്പിരിയാകും കേട്ടോ. അവനാണെങ്കിൽ വേറെ ലെവലാകും ഉറക്കം വന്നാൽ. പിന്നെ അവനെ പിടിച്ചാൽ നമുക്ക് പിടിക്കാൻ കിട്ടൂല, അതുപോലെ കുരുത്തക്കേടായിരിക്കും. ഉറക്കം വന്നിട്ട് അവനാണെങ്കിൽ തളർന്ന് കേട്ടോ. ഞാൻ പകലവനോട് ഉറങ്ങാൻ പറഞ്ഞാണ്, അവൻ ജന്മം ചെയ്ത അവനെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവൻ ഉറക്കം വന്നിട്ട് കണ്ണ് നേരെ വെക്കാൻ പറ്റുന്നില്ല. അതുപോലെ വീട് വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കുന്നത്. ഫസ്റ്റ് വീട് മൊത്തം വെഞ്ചരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുകയാണ്. അപ്പോൾ അച്ഛൻ വെഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ടുള്ളൊരു ഒരാളുണ്ട്, തങ്കു ആണെങ്കിൽ ഇതിനകത്ത് മിസ്സിങ് കേട്ടോ. അപ്പോൾ തങ്കു ജോലി സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ചെന്നൈയിലായിരുന്നു. അപ്പം തങ്കുവിന് ലീവില്ലായിരുന്നു. അപ്പം എല്ലാവരും തങ്കുവിനെ ഇവിടെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ തിരിയൊക്കെ കത്തിച്ച് കൊടുത്തു, അടുപ്പിൽ തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് പാലൊക്കെ തിളപ്പിച്ചു കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേക്ക് കട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ അടിപൊളി ഒരു കേക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടേ വെച്ച പാടെ അവിടെ പല പിള്ളേരുടെയും തനി സ്വഭാവം പുറത്തു വന്നു. എൻ്റെ ദൈവമേ, കേക്കിൻ്റെ അടുത്ത് നിന്ന് ഒരൊറ്റ പിള്ളേർ മാറുന്നില്ല. അച്ഛനവിടെ വർത്താനം പറയാൻ വരെ വിടുന്നില്ല. അതിന് മുമ്പ് പിള്ളേരവിടെ തമ്പടിച്ച് വെക്കുകയാണ് കേട്ടോ, ഒരു കൂട്ടം പിള്ളേർ. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേഗം കട്ട് ചെയ്തു, അതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ കട്ട് ചെയ്ത പാടെ നമ്മുടെ ആക്സലിനും ചെറിയൊരു അവൻ്റെ ഉറക്കവും പോയി, എല്ലാം പോയി. എല്ലാവർക്കും പഞ്ചാബി ഹൗസിനകത്ത് പറയുന്ന പോലെ ഒരു സൈഡ് വലിവ് കേക്കിൻ്റെ അടുത്തോട്ട്. അങ്ങനെ കേക്ക് അവർ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്, ആക്സലിനും കൊടുത്ത്, എല്ലാവരും അവിടെയുള്ള എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കേട്ടോ. അന്നേരമാണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഒരാളുടെ എൻട്രി. അപ്പം നമ്മുടെ തങ്കു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട്, തങ്കുവിന് ലീവില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിഷമിച്ചിരിക്കുമായിരുന്നു. അന്നേരമാണ് തങ്കുവിൻ്റെ സർപ്രൈസ് എൻട്രി. എല്ലാവരും ഞെട്ടി കേട്ടോ. ഇവള് ചെന്നൈയിൽ ജോലി സംബന്ധമായ തിരക്കുകൾ മൂലം ലീവില്ല എന്ന് പറഞ്ഞിട്ടിരുന്നതാണ്. അപ്പോൾ അവളെ കണ്ടപ്പോഴത്തേനും ആൻറ്റിയും എല്ലാവരും ഞെട്ടി, സർപ്രൈസായി കേട്ടോ. അപ്പോൾ അതൊരു സർപ്രൈസായിപ്പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ആക്സലിന് കേക്ക് കിട്ടിയവിടെ ആക്സൽ ആക്റ്റീവായി. അങ്ങനെ പിന്നെ നമ്മൾ ഭക്ഷണവും കഴിച്ച് ഇനി അധികം സമയം നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസും കൂടെ വീടിൻ്റെയൊക്കെ എടുത്തിട്ടാണ് നമ്മളിവിടുന്ന് പോകുന്നത് കേട്ടോ. കേക്ക് കിട്ടിയവിടെ ആക്സൽ ഭയങ്കര ഡബിൾ ഹാപ്പിയായി. പിന്നെ 2-3 പിള്ളേരെ കളിക്കാനും കിട്ടി. ഈ ബലൂണും വെച്ച് അവിടെ നിന്ന് ഇവരെല്ലാവരും പിള്ളേർ മൊത്തം കളിയാണ് കേട്ടോ ബലൂണും കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു ഫ്രീ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അന്നേരം പോരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വീടിൻ്റെ. അങ്ങനെ അടിപൊളിയായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. നേരത്തെ വരണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒക്കെ വീഡിയോ എടുക്കണമെങ്കിൽ. അപ്പോൾ കുഴപ്പമില്ല, പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഉള്ളത് ഇൻറ്റീരിയർ വർക്ക് തന്നെയാണ് കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പം ഒരു റൂമിൽ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ണാടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല എനിക്കിഷ്ടപ്പെട്ടു. ഇതാണ് ഒരു റൂം കേട്ടോ. ബാക്കി റൂമിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഈ റൂമിലാണ് എന്നെ ഹഠാത് ആകർഷിച്ച ആ ഒരു മിറർ ഉള്ളത് കേട്ടോ. നമ്മുടെ എല്ലാ പെണ്ണുങ്ങളുടെ കൂടുതൽ സമയം ചിലവാകുന്ന ഇതിൻ്റെ ഫ്രണ്ടിലാണല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഫുൾ സൈസിൽ കിട്ടുന്ന ഒരു മിററും പിന്നെ നല്ല ലൈറ്റും അങ്ങനത്തെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സംഭവം. പിന്നെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി വേഗം വീട്ടിലോട്ട് വെച്ച് പിടിക്കണം. നാളെ രാവിലെ 7:30 വെളുപ്പിന് എണീറ്റ് പോകാനുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.